പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ഇന്നും പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതൊന്നുകൂടെ പറയാമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഈ പ്രാർത്ഥനയുടെ ഉടമസ്ഥനായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്പമൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും 4 സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രം ചരിത്രത്തിന് നടുവിലേക്ക് വന്ന ഒരു മനുഷ്യനായിട്ടോ കുറെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ഒരു മനുഷ്യനായിട്ടും അമാനുഷികനായ ഒരു വ്യക്തിത്വമായിട്ടൊക്കെയാണ് യേശുക്രിസ്തുവിനെ പഠിക്കുന്നത്. സത്യമാണെങ്കിൽ പോലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വ്യത്യസ്ത വീക്ഷണം തിരുവചനം പഠിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല. യേശുക്രിസ്തുവിന്റെ അവതാരത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനാണ്. വീണ്ടെടുപ്പ് പ്രക്രിയയോടുള്ള ബന്ധത്തിലാണ് പുത്രൻ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു ദൈവമാണ്. അത് താർക്കികമായി വേദപുസ്തകം പഠിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തു ദൈവമാണ്. അവൻ സത്യ ദൈവവും നിത്യപിതാവുമാണ് എന്ന് വേദപുസ്തകം പറയുന്നു. ലേഖനങ്ങളിൽ മഹാദൈവം എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ പറഞ്ഞേ ഡോക്ടറെ? പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, മഹാദൈവം എന്ന് എഴുതിയിട്ടുണ്ട്. തിയോസ്, മഹാദൈവം. യേശുക്രിസ്തു ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ഭൂമിയിലെ നിയമങ്ങൾ തനിക്ക് ബാധകമാണ്. അതുകൊണ്ടാണ് മനുഷ്യപ്രകൃതിയിൽ ദൈവം പ്രത്യക്ഷനാകുന്നത്. ഇപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ 3.5 വർഷത്തെ ശുശ്രൂഷയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പരിമിതമാണ്. അത് മുഴുവൻ എഴുതിയാൽ ആ പുസ്തകം ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ലെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ വളരെ പരിമിതമായ കാര്യങ്ങളെ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. 38 ഉപമകൾ, 37 അത്ഭുതങ്ങൾ, 25 പ്രാർത്ഥനകൾ, ശുശ്രൂഷ ചെയ്ത 59 സ്ഥലങ്ങൾ, ഇങ്ങനെ പരിമിതമായ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവതരണ ശൈലി കർത്താവിന്റെ വേലക്കാർക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കും കൂടെ പറയുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 6 അവതരണ ശൈലി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങൾ, 6 അവതരണ ശൈലികൾ: പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ, ഉപമകൾ, ഇങ്ങനെ പറയപ്പെടുന്ന കാര്യങ്ങൾ. 6 അവതരണ ശൈലിയാണ് കർത്താവ് ഉപയോഗിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് 7 ഭാഷകൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഭാഷകൾ: അരാമിക് ഉണ്ടായിരുന്നു, ഗ്രീക്ക് ഉണ്ടായിരുന്നു, ഹീബ്രു ഉണ്ടായിരുന്നു, ലാറ്റിൻ ഭാഷ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റീജിയണൽ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, പ്രാദേശിക ഭാഷകൾ. അത് പ്യൂനിക് എന്ന് പറയും, PUNIC, പ്യൂനിക്. അത് കനാനൈറ്റ് ലാംഗ്വേജാണ്. കനാന്യർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയുടെ പേര് പ്യൂണിക് എന്നാണ്. അപ്പൊ കനാന്യരായ ആളുകൾ യേശുക്രിസ്തുവിനെ കാണാൻ വന്നിട്ടുണ്ട്. യേശുക്രിസ്തു അവരുമായിട്ട് സംവദിച്ചു. അതുപോലെ തന്നെ അരാമിക് മിക്സ് ചെയ്യുന്ന സിറിയാക്ക് ലാംഗ്വേജ് ഉണ്ട്. സിറിയാക്ക് ലാംഗ്വേജ് അത് വന്ന് വളരെ പ്രചാരത്തിലിരുന്ന ഭാഷയാണ്. കോപ്റ്റിക് ലാംഗ്വേജ് ഉണ്ട്. ഈജിപ്ഷ്യൻ ആയിട്ടുള്ള ആളുകൾ ഈജിപ്തിലെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയാണ് കോപ്റ്റിക്. ഇപ്പൊ ഈ ഭാഷകളെല്ലാം അന്ന് നിലവിലുണ്ടായിരുന്നു. അപ്പൊ അന്നുണ്ടായിരുന്ന കൾച്ചർ എന്ന് പറയുന്നത് ഹെലനിക് കൾച്ചറാണ്. ഹീബ്രുവും ഗ്രീക്കും കൂടെ ഇടകലർന്ന ഹെലനിക് കൾച്ചറുണ്ട്. ആ കൾച്ചറിന്റെ പശ്ചാത്തലത്തിലാണ് കർത്താവ് വേല ചെയ്യുന്നത്. പ്രസിദ്ധമായ 3
റിലീജിയസ് ബുക്കുകളൊന്നുണ്ട്. പ്രസിദ്ധമായ 3 റിലീജിയസ് ബുക്കുകൾ. ഒന്ന് തനാക്ക് എന്ന് പറയും. തനാക്ക് അത് റബ്ബാനിക് റൈറ്റിംഗ്സ് ആണ്. തോറായും അനുബന്ധ പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്ന തനാക്ക് എന്ന നിലവിലുണ്ട്. അതുപോലെ തന്നെ എബ്രായ എഴുത്തുകളുമുണ്ട്. യഹൂദന്മാർക്ക് 10 പുസ്തകങ്ങളാണ് അവര് ഹോളി റൈറ്റിംഗ്സ് ആയിട്ട് കരുതുന്നത്. അപ്പൊ ആ പുസ്തകങ്ങളുണ്ട്. 2 സെപ്റ്റുവജന്റ് ഉണ്ട്. സെപ്റ്റുവജന്റ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഷൻ ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. അതാ സെപ്റ്റുവജന്റ്. പഴയ നിയമത്തെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. സെപ്റ്റുവജന്റ് 72 പേര് തർജ്ജമ ചെയ്തതാണത്. സെപ്റ്റുവജന്റ് എന്ന് പറഞ്ഞാൽ 70 എന്നാണ് അർത്ഥം. അപ്പൊ അവർ 70 പേര് കൂടി പഴയ നിയമത്തെ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അതാണ് സെപ്റ്റുവജന്റ്. ചിലര് തെറ്റായിട്ട് പറയാറുണ്ട് ഉൾഗേറ്റ് പരിഭാഷ അന്നുണ്ടായിരുന്നു. അല്ല, ഉൾഗേറ്റ് പരിഭാഷ അന്നില്ല. വൾഗേറ്റ് പരിഭാഷ ഉണ്ടാകുന്നത് 4-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ടിന്റെ അവസാനം 382-ലാണ് ആ പരിഭാഷ ഉണ്ടാകുന്നത്. അത് ലാറ്റിൻ ഭാഷയിലുള്ള പരിഭാഷയാണ്. യേശുക്രിസ്തുവിന്റെ കാലത്ത് വൾഗേറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ തനാക്കുണ്ട്, റബ്ബാനിക് റൈറ്റിംഗ്സ് ഉണ്ട്, സെപ്റ്റുവജന്റ് ഉണ്ട്, പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ. പിന്നെ മൂന്നാമതായിട്ടുള്ളത് സമാരിറ്റൻ പെൻഡട്ടക് ആണ്. സമാരിറ്റൻ പെൻഡട്ടക് പഴയ നിയമത്തെ സമരിറ്റൻ ആയിട്ടുള്ള ആളുകൾ, ശമരിയാക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പശ്ചാത്തലത്തിലേക്ക് തർജ്ജമ ചെയ്ത് മാറ്റിയെടുത്തു. അതുകൊണ്ട് അവർക്ക് വേറൊരു പുസ്തകം ഉണ്ടായിരുന്നു സമരിറ്റൻസിന്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ യഹൂദന്മാരാണെങ്കിൽ പോലും അവരുടേതായ സംസ്കാരത്തിലേക്കും നിലയിലേക്കും അവർ മോശയുടെ എഴുത്തുകളെ, ന്യായപ്രമാണത്തെ അവർ മാറ്റി എഴുതി. തോറയിൽ നിന്ന്, അല്ലെങ്കിൽ യഹൂദന്മാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോറായിൽ നിന്ന് 6000 മാറ്റങ്ങൾ, 6000 ഡിഫറൻസസ് ആ പുസ്തകത്തിലുണ്ട്. 6000 ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ ഈ 2 പുസ്തകങ്ങൾ, യഹൂദന്മാരുടെ പഞ്ചഗ്രന്ഥങ്ങളും അനുബന്ധമായ എഴുത്തുകളും, തോറ എന്ന് പറയുന്ന അല്ലെങ്കിൽ തനാക്ക് എന്ന് പറയുന്ന പുസ്തകങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിന് പാരലായിട്ട് സമാരിറ്റൻസിന്റെ കയ്യിൽ ഒരു റൈറ്റിംഗ് ഉണ്ട്, പെൻഡട്ടക്. 6000 വ്യത്യാസം അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം യേശുക്രിസ്തുവിന്റെ മുൻപിൽ ഒരു വെല്ലുവിളിയായിരുന്നു. ഈ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കർത്താവ് തന്റെ ശുശ്രൂഷയിൽ മുന്നേറുന്നത്. ദ ചലഞ്ചസ് ഓഫ് ജീസസ് മിനിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിലുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റുമെങ്കിൽ അത് വായിക്കുന്നത് നല്ലതായിരിക്കും. വലിയൊരു പുസ്തക രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ 30 വർഷത്തെ പഠനം അത്. അപ്പം അത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന വെല്ലുവിളികൾ, റീജിയണൽ ചലഞ്ചസ് ഉണ്ട്, സൈറ്റനിക് ചലഞ്ചസ് ഉണ്ടായിരുന്നു, ഭാഷയുടെ വെല്ലുവിളികളുണ്ട്. ഇങ്ങനെ 100 കണക്കിന് വെല്ലുവിളികൾ നിറഞ്ഞതാണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ. പക്ഷെ യേശു അതിൽ വിജയിച്ചു. കർത്താവായ യേശു അതിൽ ജയിച്ചു. എന്തുകൊണ്ട്? അവിടെയാണ് എൻ്റെ ചോദ്യം വരുന്നത്. അപ്പൊ ഇവിടെ തൊട്ട് കേൾക്കുക. എന്തുകൊണ്ട്? ഒറ്റ ഉത്തരം പറയാൻ ശ്രമിച്ചാൽ യേശുക്രിസ്തു ഒരു അഭിഷക്തനായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് വെല്ലുവിളികളെ ജയിക്കാൻ കഴിഞ്ഞത്. കർത്താവിന്റെ വേലക്കാരോടും കർത്തവേല ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എങ്ങനെ നമുക്ക് വെല്ലുവിളികളെ നേരിടാൻ കഴിയും, എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയും? ഒരൊറ്റ ഉത്തരം പറയാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയുന്നത്, അനോയിന്റിങ് ബ്രേക്സ് ദ യോക്ക്. അഭിഷേകത്താൽ മാത്രമേ ഇതിന് ജയിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം ഈ വെല്ലുവിളികളൊന്നും മാനുഷികമായിരുന്നില്ല. ഈ വെല്ലുവിളികളുടെയൊക്കെ പിന്നിൽ ഒരു സൈറ്റനിക് സ്പിരിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു സൈറ്റനിക് സ്പിരിറ്റ് ഉണ്ടായിരിക്കും. അതിനെ അതിജീവിക്കാൻ നമ്മുടെ കഴിവുകൾ കൊണ്ടോ പ്രാപ്തികൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. അതിനെ അതിജീവിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി തന്നെ നമുക്ക് വേണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം, യേശുക്രിസ്തു അഭിഷക്തനായിരുന്നു. അതിന് എബ്രായ ഭാഷയിൽ പറയുന്ന പേരാണ് ഹി വാസ് എ റബ്ബായി. കർത്താവ് യേശുക്രിസ്തു റബ്ബായി ആണ്, വിത്ത് സ്മിക്ക.
ശക്തനായ ഒരു റബ്ബായി ആയിരുന്നു കർത്താവായ യേശുക്രിസ്തു. റബ്ബായി എന്നുള്ളതിന് 3 അർത്ഥമാണ് എബ്രായ ഭാഷയിലുള്ളത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 1 നുകം, യോക്ക്. 2 അതോറിറ്റി അല്ലെങ്കിൽ അധികാരം. 3 അനോയിന്റിങ് അല്ലെങ്കിൽ അഭിഷേകം. ഈ 3 അർത്ഥങ്ങൾ സമ്മേളിക്കുന്നതിനാണ് സ്മിഖ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, യോക്ക്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഒരു റബ്ബായി 100 വർഷം കഴിയുമ്പോഴോ 200 വർഷം കഴിയുമ്പോൾ മാത്രമേ ഒരു റബ്ബായി യഹൂദ സമൂഹത്തിൽ ഉണ്ടാകാറുള്ളൂ. ആ റബ്ബായി ഉണ്ടായി കഴിഞ്ഞാൽ സർവാധികാരിയാണ് അദ്ദേഹം. യഹൂദ സമൂഹം അനുസരിച്ച്, അവരുടെ പശ്ചാത്തലം അനുസരിച്ച് സർവാധികാരിയാണ്. റബ്ബായിക്ക് പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തു അധികാരമുള്ളവനായിരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള അധികാരം ഉണ്ടായിരുന്നു. തീരുമാനമെടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടയാളാണ് ഒരു റബ്ബായി. ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ തീരുമാനത്തിലെത്താൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ അടുക്കൽ ആളുകളെ കൊണ്ടുവന്നിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ആ യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ മേൽവസ്ത്രം ഉടുപ്പിക്കത്തില്ല. അവിടെ മേൽവസ്ത്രം ഉടുപ്പിക്കത്തില്ല, അത് അവരുടെ കൾച്ചറാണ്. ആ മേൽവസ്ത്രം ഉടുപ്പിക്കാതെ അർത്ഥനഗ്നയായിട്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് യേശു കുനിഞ്ഞിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അതിന് പറയുമെന്നറിയാമോ? പോട്ടെ, അത് ആ കോണ്ടസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് യേശു കുനിഞ്ഞിരുന്നിട്ട് താൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോ യേശുക്രിസ്തുവിന്റെ അടുക്കൽ അവരെ യേശുക്രിസ്തു ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യേശു അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ട് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാ? കാരണം യേശുക്രിസ്തു അക്കാലത്തെ റബ്ബായിയായ യേശുവിന്റെ അടുക്കൽ ഈ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരുന്നിട്ട് അവര് പറയുന്നുണ്ട്, എനിക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ സുന്ദരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരുമാണ് ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത്. ശാസ്ത്രിമാരെന്ന് പറയുന്നത് ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നവരാണ്. പരീശന്മാർ എന്ന് പറയുന്നത് ഞങ്ങൾ സകലത്തിൽ മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ 2 കൂട്ടത്തിലുള്ള ആളുകള് ഈ സ്ത്രീയെയും പിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഇപ്പൊ കർത്താവ് യേശുവോ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. 7-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നത്, അവരോട് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, അല്ലെ? ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിവർന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പലരും ആളുകൾ മറന്നു പോകുന്നൊരു ഭാഗമുണ്ട്, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അങ്ങനെയല്ല ആ പ്രയോഗം. അങ്ങനെ പറഞ്ഞാൽ തെറ്റിപ്പോയി, മുഴുവൻ തെറ്റി. പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അവര് കുടുക്കിടാനായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു? യേശുക്രിസ്തു വിഷമിച്ചു. 2 നിയമത്തിന് മുൻപിൽ യേശു നിൽക്കുന്നു. 1 ന്യായപ്രമാണം, 2 രാജ്യ നിയമം. ന്യായപ്രമാണത്തിന് നിയമമുണ്ട്, രാജ്യത്തിന് നിയമമുണ്ട്. ഇപ്പൊ എറിയാൻ പറയാൻ പറ്റത്തില്ല, കല്ലെറിയരുതെന്നും പറയാൻ പറ്റത്തില്ല. He majestically balanced the verdict. രാജ്യ നിയമത്തിന് എതിരാകാൻ പാടില്ല, ന്യായപ്രമാണത്തിന് എതിരാകാൻ പാടില്ല. അതിനിടയിൽ കൂടെ വിദഗ്ധമായ ഒരു തീരുമാനം എടുക്കുന്ന വാക്യമാണ് 7-ാമത്തെ വാക്യം. പാപമില്ലാത്തവൻ, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ആരാണെന്നറിയാമോ? ആ കാലത്തെ റബ്ബിയാണ്. പരിപൂർണ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിന് മുൻപിൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന ആളുകൾ പിരിഞ്ഞു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. ആ സംഭവം നമുക്കറിയാം. അപ്പം റബ്ബായി എന്ന് പറയുന്ന ആള് തീരുമാനമെടുക്കുന്നയാളാണ്. ഏറ്റവും അവസാനത്തെ തീരുമാനം ഈ റബ്ബായിയുടേതായിരിക്കും. 2, ഏതെങ്കിലും
തിരുത്തുകൾ ന്യായപ്രമാണത്തിൽ കാലാനുസരണമായി എടുക്കേണ്ടി വന്നാൽ അതെടുക്കാൻ ചുമതലപ്പെട്ടയാളാണ് ഒരു റബ്ബായി. കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച് ന്യായപ്രമാണത്തിനകത്ത് ഏതെങ്കിലും ഒരു തീരുമാനം, ഒരു തിരുത്ത്, ഒരു മാറ്റം വരുത്തണമെന്ന് തോന്നിയാൽ അത് വരുത്താൻ പോലും അധികാരവും ചുമതലയും ഉള്ളയാളാണ് കർത്താവായ യേശുക്രിസ്തു. പഴയ നിയമത്തിലെ മോശയ്ക്കാണ് ചെയ്യുവാൻ കഴിയുമായിരുന്നു. മോശയുടെ അടുക്കല് യോസഫിന്റെ 5 കൊച്ചുമക്കൾ വന്നിട്ട് പറയുന്നുണ്ട്, ഈ തീരുമാനം മാറ്റണം, ഞങ്ങൾക്ക് സഹോദരനില്ലാതെ മരിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവകാശം തരണം. അപ്പൊ ഈ മോശ ഇക്കാര്യം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. ഉടനെ ദൈവം പറയുകയാണ്, ഈ പെൺകുട്ടികൾ പറഞ്ഞത് ശരി തന്നെ എന്ന് പറഞ്ഞിട്ട് ന്യായപ്രമാണത്തിലൊരു സപ്ലിമെന്ററി അന്ന് എഴുതി ചേർത്തു. ന്യായപ്രമാണത്തിലൊരു സപ്ലിമെന്ററി എഴുതി ചേർത്തു. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശ നിയമത്തിനകത്ത് പെൺകുട്ടികൾക്കും ക്രിസ്തീയ കുടുംബത്തിൽ അവകാശം കിട്ടുന്നത്. ഇപ്പൊ സഹോദരിമാരൊരു സ്തോത്രം പറഞ്ഞേ, സ്തോത്രം ഉണ്ടോ? അന്ന് അവര് പ്രാർത്ഥിച്ചില്ലായിരുന്നേ നിങ്ങൾക്ക് ഒന്നും കിട്ടും, 1 ഇഞ്ച് ഭൂമി കിട്ടുകയില്ലായിരുന്നു. ഓക്കെ. അപ്പം മോശയും നേരിട്ട് തിരുത്തിയില്ല, അത് ദൈവത്തോട് പറഞ്ഞിട്ട് ദൈവം മോശ മുഖാന്തരം അവിടെ തിരുത്തി എഴുതി, ഒരു സപ്ലിമെന്ററി. എന്നാൽ ഇവിടെ ദൈവമാ, സാക്ഷാൽ ദൈവം, കർത്താവായ യേശുക്രിസ്തു ദൈവമാ, ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. പ്രമാണം കൊടുത്തതിന് പിന്നിൽ നിന്നയാളാണ് ദൈവമായ യേശു. അതുകൊണ്ട് യേശു തന്നെ ഒരു തിരുത്തൽ വരുത്തി. എവിടെയാണെന്ന് അറിയാമോ? ദ ലോ ഓഫ് ഡിവോഴ്സ്. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്തല്ലേ മത്തായി സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യം. മത്തായി സുവിശേഷം 19-ാം അധ്യായം 8-ാം വാക്യം. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. 9-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നു. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണേ. യേശു ആരാണെന്ന് അറിയാൻ അത്രയും മതി, ആ ഒരൊറ്റ വാക്യശകലം മതി. ഞാനോ നിങ്ങളോട് പറയുന്നു. കേട്ട് നിന്ന് ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒന്നും ചോദിച്ചില്ലല്ലോ, അത് പറയാൻ നിങ്ങളാരാ? അങ്ങനെ പറയാൻ നിങ്ങൾ ആരാന്ന് ആരും ചോദിച്ചില്ല. കാരണം ഈ ആരോടാ സംസാരിക്കുന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു പറയാ, ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ദ ലോ ഓഫ് ഡിവോഴ്സ്, മോണോഗാമി എന്ന് പറയുന്ന ഒരു ശാശ്വത നിയമം. ഞാൻ അതിന് ഒത്തിരി അർത്ഥതലങ്ങൾ കൊടുക്കാറുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് സ്ത്രീത്വത്തെ യേശു ഉയർത്തുകയാണ്. സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന വില കൊടുത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ആള് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. സ്തോത്രം. ചരിത്രത്തിൽ സ്ത്രീകൾക്ക് ഇത്രയും വില കൊടുത്ത ഒരു ചരിത്ര പുരുഷൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. മോണോഗാമി എന്ന് പറയുന്ന വിവാഹ നിയമം ആവിഷ്കരിച്ചയാള് കർത്താവായ യേശുക്രിസ്തുവാണ്. സ്ത്രീ സമത്വവും സ്ത്രീ സുരക്ഷയും സ്ത്രീക്ക് അർഹിക്കുന്ന എല്ലാ വിലയും നിലയും നൽകിയ ചരിത്രത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ആരെങ്കിലും സഹോദരിമാരിതൊന്ന് കേൾക്കുന്നുണ്ടോ? രാമേൻ പറഞ്ഞോ? ഹല്ലേലൂയ. അതിന്റെ വില നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ അതിന്റെ വില നമുക്ക് അറിയത്തില്ല. അറിയണമെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. എന്തോ മ്യൂട്ട് ആയോണ്ടാ പ്രൈസ് ലോർഡ് പറയുന്നത്. കുഴപ്പമില്ല, ഞാൻ വായ അനങ്ങുന്നത് എനിക്ക് വീഡിയോയിലുള്ളവരെ കാണാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അതിന്റെ വില നിങ്ങൾക്ക് ഈ യേശുക്രിസ്തു ഉണ്ടാക്കി തന്ന വില അറിയണമെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു 2 ഭാര്യമാരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വില അറിയായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് നോക്കിയ പ്രശ്നമല്ലേ, ഒരു സ്ത്രീയെ നോക്കിയ വീട്ടിൽ കുടുംബകലം ഉണ്ടാവും. അപ്പൊ 2 ഭാര്യയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ? അത് ഇല്ലാത്തത് കൊണ്ട് അതിന്റെ വില നമുക്ക് അറിയത്തില്ലാത്ത. നിങ്ങൾക്ക് വില, സ്ത്രീകൾക്ക് കുടുംബജീവിതത്തിന്
ഇത്രയും അർഹിക്കുന്ന വിലയും നിലയും ഉണ്ടാക്കി തന്ന ഒരാള് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു. അപ്പം എന്താണ് യേശുക്രിസ്തു? റബ്ബായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? തിരുത്താനും നിലനിർത്താനും സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഒരു സമൂഹത്തിൽ വരുത്തേണ്ടതായ കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരാളാണ് യേശുക്രിസ്തു. അതാണ് റബ്ബായി. മനസ്സിലായോ? റബ്ബായി. നീ ഇങ്ങനെയുള്ള റെഫറൻസുകളെല്ലാം വേദോസ്തത്തിൽ കണ്ടുപിടിക്കണേ. ഈ റെഫറൻസുകളെല്ലാം കണ്ടുപിടിക്കണം. സ്തോത്രം. അതാണ് an authority to correct Torah. An authority to correct Torah. അപ്പൊ അതാണ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ. ആരാണ് യേശു എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. തിരുത്താൻ കഴിവുള്ളവനാണ് യേശു. ന്യായപ്രമാണത്തിൽ തിരുത്തൽ വരുത്താൻ. എങ്ങനത്തെ തിരുത്തൽ വരുത്താൻ? കാലാനുസൃണമായ, കാലങ്ങൾക്കനുസരിച്ച തിരുത്തലുകൾ സമൂഹത്തിൽ വരുത്താൻ കഴിവുള്ളവനാണ് യേശു. സ്തോത്രം. 2, നുകം. നുകം എന്ന് പറഞ്ഞാൽ സബ്മിസീവ് എന്നാണ് അതിന്റെ അർത്ഥം. സബ്മിസീവ്. യോക്ക് എന്ന് പറഞ്ഞാൽ സബ്മിസീവ്. അപ്പം അതൊരു തത്തുല്യമായ വാക്ക് ഗ്രീക്കിൽ ചനക് എന്നൊരു വാക്കാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, ഓർത്ത് പറയാവുന്ന ചനക് എന്നൊരു വാക്ക്. ചനക് എന്ന വാക്കിന് ഈ നമ്മുടെ സഭകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതിനാണ് ഈ ചനക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ചനക്ക്. അതിന് തത്തുല്യമായ വാക്ക് വേണേ അതും കറക്റ്റ്, ഡിസിപ്ലിൻ, ഇൻസ്ട്രക്ഷൻ, ട്രെയിൻ അപ്പ്, ഈ വാക്കുകളൊക്കെ ചനക്കിൽ നിന്ന് ഉണ്ടാകുന്ന വാക്കുകളാണ്. ട്രെയിൻ അപ്പ് യുവർ ചൈൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സദൃശ്യവാക്യം 22:6. ട്രെയിൻ അപ്പ് യുവർ ചൈൽഡ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അങ്ങനെയുള്ള വാക്കിന് ചനക്ക് എന്ന് ഉപയോഗിക്കുന്നത്. ചനക്ക്. അടുക്കും ചിട്ടയും അതിരും വരമ്പും ബെല്ലും ബ്രേക്കും റൂൾസും റെഗുലേഷനും ഒക്കെ ഉള്ള ഒരു അടുക്കും ചിട്ടയോടും കൂടിയ ഒരു ജീവിതം, അതിനാണ് ചനക്കെന്ന് ഉപയോഗിക്കുന്നത്. നമ്മളെ വടക്കേന്ത്യയിലെ കുതിരയ്ക്കുള്ള കടിഞ്ഞാണെന്ന് പറയും. അതിന് കുതിരയ്ക്കുള്ള കടിഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ലഗാം, കടിഞ്ഞാൺ. എ റോപ്പ് ഇൻ ദ മൗത്ത് ഓഫ് എ ഹോഴ്സ്. കുതിരയുടെ മുഖത്ത് കുതിരയെ പാഞ്ഞു പോകുന്ന കുതിരയെ പിടിച്ചു നിർത്താനായിട്ട് കടിഞ്ഞാൺ ഉതകുന്നത് പോലെ നുകം അല്ലെങ്കിൽ കടിഞ്ഞാൺ, അതാണ് നുകം എന്നർത്ഥം വരുന്നത്. സബ്മിസീവ്, കീഴ്പ്പെടുക, ഒതുങ്ങിക്കൊടുക്കുക, താഴ്ന്നു കൊടുക്കുക. ആ വാക്കാണ് നുകം എന്ന വാക്ക്, അല്ലെങ്കിൽ സ്മിക്ക എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു സബ്മിസീവ് ആയിരുന്നു. ആർക്ക്? പിതാവായ ദൈവത്തിന്. യോഹന്നാന്റെ സുവിശേഷം 6:38 ഒന്ന് വായിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, ഫോർ ഐ ഹാവ് കം ഡൗൺ ഫ്രം ഹെവൻ നോട്ട് ടു മൈ വിൽ, നോട്ട് ടു ഡു മൈ വിൽ, ബട്ട് ദ വിൽ ഓഫ് ഹിം ഹു സെന്റ് മീ. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ടോ? സബ്മിസീവ് ആണ് യേശു. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നില്ല. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മാതാപിതാക്കന്മാർ തന്നെ അന്വേഷിച്ചു വരുന്ന ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അന്നേരം കർത്താവ് പറഞ്ഞൊരു കാര്യം ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ കുറെ കൂടെ അർത്ഥവ്യാപ്തിയിൽ നമുക്ക് കിട്ടും. അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കണേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29-ാം വാക്യം, 2:49 വാക്യം, 2:49. അവിടെ എഴുതിയിരിക്കുന്നത്, വൈ ഡിഡ് യു സീക്ക് മീ, വൈ ഡിഡ് യു സീക്ക് മീ, നിങ്ങൾ എന്നെ എന്തിനാണ് അന്വേഷിച്ചത്? എന്നിട്ട് അടുത്ത് പറയാണ്, ഡിഡ് യു നോട്ട് നോ ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. ഉണ്ടോ? ഇംഗ്ലീഷിൽ വാക്ക് എഴുതിയിരിക്കുന്നുണ്ടോ? ഡിഡ് യു നോ ദാറ്റ് ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. മലയാളത്തിൽ വായിക്കാം. അവൻ അവനോട്, എന്നെ തിരുത്തുന്നത് എന്തിന്?
എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എന്റെ പിതാവിനുള്ളതിൽ എന്ന് മാത്രമല്ല, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ഇംഗ്ലീഷ് ഇരിക്കുന്നത് മൈ ഫാദേഴ്സ് ബിസിനസ്. എന്റെ പിതാവ് ഏത് കാര്യത്തിന് വേണ്ടി നിയോഗിച്ചെന്നെ അയച്ചുവോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യേശു പറയുന്നത്. ഇൻ മൈ ഫാദേഴ്സ്, നമ്മളെല്ലാവരും ഇതിനകത്താകട്ടോ. ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്, ഇൻ ദ ലോർഡ്സ് ബിസിനസ്. എൻ്റെ ദൈവം എന്നെ ഏത് കാര്യത്തിന് നിയോഗിച്ചയച്ചുവോ അതിനകത്ത് നാം ഒതുങ്ങി നിൽക്കണം. അതിനകത്ത് നാം ഒതുങ്ങി നിൽക്കണം. അതിന് പുറത്തു പോകാൻ പാടില്ല. അപ്പൊ നുകം എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ, സബ്മിസീവ്. സബ്മിസീവ്. എൻ്റെ ദൈവം എന്നെ എന്തിനയച്ചു ആ കാര്യം ഞാൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതോറിറ്റി. അതോറിറ്റി എന്ന സ്മിക്ക എന്ന വാക്കിന്റെ മൂന്നാമത്തെ അർത്ഥവ്യാപ്തിയാണ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം. അപ്പൊ യേശുക്രിസ്തു ആരാണ്? അധികാരമുള്ളവനാ. അധികാരമുള്ളവൻ. എന്തിന്റെ മേൽ അധികാരം? ഒന്ന്, വചനത്തിന്റെ മേൽ അധികാരമുണ്ട്. മോശയുടെ പെഡസ്റ്റലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച പരാമർശിച്ചല്ലോ. വചനത്തിന്റെ മേൽ അധികാരമുണ്ട്. വചനത്തിന് ഉടമസ്ഥനായിരുന്നു ദൈവം. താൻ പറയുന്നത് സംഭവിക്കും എന്ന് ധൈര്യത്തോടു കൂടെ പ്രസ്താവിച്ചയാളാണ് കർത്താവായ യേശു ക്രിസ്തു. രണ്ട്, അശുദ്ധാത്മാക്കളുടെ മേൽ യേശുവിന് അധികാരമുണ്ടായിരുന്നു. മൂന്ന്, പ്രകൃതിയുടെ മേൽ യേശുക്രിസ്തുവിന് അധികാരമുണ്ടായിരുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അധികാര സീമകൾ വലിയതാണ്. നിങ്ങളൊരു അഭിഷക്തനാണെങ്കിൽ അധികാരമുള്ളവനായിരിക്കും. നാല്, അനോയിന്റിങ്. അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നിയോഗമെന്ന. നിയോഗം, അഭിഷേകമെന്ന് നമ്മൾക്ക് പറയാമെങ്കിലും അനോയിന്റിങ് എന്ന വാക്കിന്റെ വാച്യാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ അഭിഷേകം എന്ന ഒത്തിരി തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്കായി അഭിഷേകം അല്ലെങ്കിൽ അനോയിന്റിങ്. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയാണ്, അതിനുവേണ്ടി ആ കാര്യം ഉദ്ദേശിച്ച പലരും ഈ അഭിഷേകം എന്ന് പറയുന്നത്. അല്ല, ഇത് രണ്ടും രണ്ടാണ്. രാത്രിയും പകലും പോലെ രണ്ടാണ്. അജഗജാന്തരമുണ്ട്. എന്നാ ആനയും പൂനയും പോലെ വ്യത്യാസമുണ്ട് പരിശുദ്ധാത്മാഭിഷേകവും അഭിഷേകവും തമ്മിൽ. പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് സംതിങ് എൽസ്, അത് മറ്റൊന്നാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനും പരിശുദ്ധാത്മാവിനും നിറവിനുമാണ് ആളുകൾ അഭിഷേകം എന്ന് തെറ്റിദ്ധരിക്കുന്നത്. അഭിഷേകം എന്ന് പറഞ്ഞാൽ നിയോഗം എന്ന വാക്കിന്റെ അർത്ഥം. നിയോഗം. യെശയ്യാപ്രവാചക പുസ്തകം 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒന്ന് വായിച്ചേ, യെശയ്യാവ് 61:1. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെയും. അവിടെ എഴുതിയിരിക്കുന്ന യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു, എന്നെ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞയച്ചിരിക്കുന്നു. എന്തിന്? താഴെ എഴുതിയിട്ടുണ്ട്, എളിയവരോട് സദർത്തുമാനം പോഷിപ്പാൻ. അപ്പം പിന്നെ ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടാൻ, തടവുകാർക്ക് വിടുതല്, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി അഭിഷക്തനാണ്. യോഹന്നാൻ തടവിലിരിക്കെ ശിഷ്യന്മാരെ പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ അയക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. വരുവാനുള്ളവൻ ഈ മശിഹ നീയാണോ, അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു വിടുന്ന മറുപടി ശ്രദ്ധിക്കണം. മറുപടിക്കകത്ത് പറയുന്നത് രോഗികളൊക്കെ സൗഖ്യമാകുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞയക്കുമ്പോ വിശുദ്ധ തിരുവെഴുത്തറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാകും, ഇദ്ദേഹം തന്നെയാണ് ആ അഭിഷക്തൻ. അതാണ് യേശുക്രിസ്തു പറഞ്ഞ മറുപടിയുടെ അർത്ഥം. ഞാനാകുന്നു അഭിഷക്തൻ. ടിക്കും ഒല്ലാം. ഈ ബ്രോക്കൺ വേൾഡിനെ, തകർന്ന ഭൂമിയെ റിപ്പയർ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാനാണ് ആ അഭിഷക്തനെന്ന് കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ അടുക്കൽ ഉത്തരമായി പറഞ്ഞയക്കുകയാണ്.
സോ അഭിഷേകം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ നിയോഗം. നിയോഗം. പലപ്പോഴും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, യേശു ക്രിസ്തു. യേശു ക്രിസ്തു, ഇത് രണ്ടും രണ്ട് പേരാകട്ടോ. യേശു ക്രിസ്തുവിന്റെ ഹ്യൂമൻ നെയിം ആണ് യേശു. യേശു ക്രിസ്തുവിന്റെ ഹ്യൂമൻ നെയിം അല്ലെ, ഒരു മനുഷ്യനാമം വേണമല്ലോ. ആ മനുഷ്യനാമമാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നു 1:31 വാക്യം, യേശു എന്ന് പേരിടണം. അതൊരു സാധാരണ പേരാ. 6 യേശുമാര് പുതിയ നിയമത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ യേശുവിനെ വ്യത്യസ്തനാക്കുന്ന എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവും കൂടെ ചേരുമ്പോഴാണ്. യേശുവിനോടുകൂടെ ക്രിസ്തു ചേരുക. എന്താ ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം? മഷിഹാക്ക്. മഷിഹാക്ക്. മഷിഹാക്ക് എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ എന്നർത്ഥം. അതിന് ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്ന് പറയും. ക്രിസ്റ്റോസ്. അപ്പം ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്ന് പറയുന്നതും എബ്രായ ഭാഷയിൽ മഷിഹാക്ക് എന്ന് പറയുന്നതും ഒന്നാണ്. ഈ രണ്ട് വാക്കിന്റെ അർത്ഥം തെരഞ്ഞെടുക്കപ്പെട്ടവൻ, മാറ്റി നിർത്തിയവൻ, അഭിഷക്തൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നാം കർത്താവിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? യേശുവായിട്ടല്ല, അത് യേശു ഹ്യൂമൻ നെയിമാണ്. ഭൂമിയിൽ ഒരാൾക്കിടുന്ന സാധാരണ പേരാണ്. പക്ഷെ യേശുവിനെ വ്യത്യസ്തനാക്കുന്ന എന്താണ്? യേശു ക്രിസ്തു വ്യത്യസ്തനാണ്, അഭിഷക്തനാണ്, മാറ്റി നിർത്തപ്പെട്ടവനാണ്, അതിനായി ചുമതലപ്പെടുത്തിയവനാണ് എന്നാണ് യേശു ക്രിസ്തു എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ അഭിഷക്തനായ ഒരു വ്യക്തിയാണ്. ഒരു സ്തോത്രം പറയാം. അഭിഷക്തനാണ്. ഹല്ലേലൂയ. അപ്പം ഒരു യഹൂദ ബാലൻ ജനിക്കുന്നത് മുതൽ, ഞാൻ അതിന്റെ ആദ്യ ഭാഗത്തേക്ക് വന്നിട്ട് പറയാം. തൽമൂദിലും തോറായിലും ഒക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തൊട്ട് പറയാം. ഈ ഒരു യഹൂദ ബാലൻ ജനിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഞങ്ങളുടെ പൈതല്, ഞങ്ങളുടെ മകന് ഒരു യഹൂദ റബ്ബി ആകണമെന്ന്. ആ യഹൂദ റബ്ബി ആകാൻ വേണ്ടിയാണ് മാതാപിതാക്കള് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ യഹൂദ ബാലനായ യേശുവിനെയും മാതാപിതാക്കൾ അത്തരത്തിൽ പരിശീലിപ്പിച്ചിരുന്നു. അതിന് 4 സ്റ്റേജ് ഞാൻ പറയാം. ഒന്ന്, 6 വയസ്സാകുമ്പോൾ അവരെ ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പഠിക്കും. ഒരിക്കൽ പാസ്റ്റർ അജോമൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. അവരെ 6 വയസ്സാകുമ്പോൾ ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പഠിക്കും. എത്രാമത്തെ വയസ്സിലാ? 6ാമത്തെ വയസ്സിൽ. 6 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ളപ്പോൾ നമ്മുടെ ഒരു കുട്ടി 50 വാക്യം കാണാതെ പഠിക്കുമോ? പഠിക്കത്തില്ല. ലേവ്യ പുസ്തകത്തിന്റെ അകത്ത് യേശു എന്നൊരു വാക്കേ ഇല്ല, ഒരു വാക്കേ ഇല്ല. പക്ഷെ ലേവ്യ പുസ്തകത്തിലെ മുഴുവൻ വാക്കുകളിലും യേശു ഉണ്ട്. എങ്ങനെയുണ്ട്? എബ്രായ ഭാഷയിലുണ്ട്. മലയാളത്തിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. എബ്രായ ഭാഷയിൽ എങ്ങനെ ഉണ്ട്? ലേവ്യ പുസ്തകത്തിന്റെ ഓരോ വാക്കിലും അതിന്റെ ആദ്യം എഴുതുന്നത് അലേഫ് എന്ന് പറയുന്ന ഒരു ചെറിയ അക്ഷരമാണ്. അലേഫ്. അത് ചെറുതായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. അലേഫ്, ആദ്യത്തെ അക്ഷരം. എബ്രായ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരമായ അലേഫ് ഓരോ വാക്കിന്റെ ആദ്യം ഇങ്ങനെ എഴുതി വെക്കും. ഈ അലേഫ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുകയാണ്. ഇപ്പൊ ലേവ്യ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ മലയാളത്തിൽ ലേവ്യ പുസ്തകം എന്ന് വായിക്കുമ്പോൾ എബ്രായ ഭാഷയിലെ ആ പുസ്തകത്തിന്റെ തലക്കെട്ട് വയക്ര എന്ന. വയക്ര. വയക്ര എന്ന് പറഞ്ഞാൽ ഹി കോൾഡ്, അവൻ വിളിച്ചു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അവൻ വിളിച്ചു. അപ്പൊ 6 വയസ്സാകുമ്പോൾ ഒരു യഹൂദ ബാലൻ ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പഠിക്കും. അങ്ങനെ കാണാതെ പഠിക്കുന്ന സ്റ്റേജിന് പറയുന്ന പേരാണ് ബേത്ത് സെഫർ. ബേത്ത് സെഫർ. ഞാൻ ഈ താഴെ എഴുതാമേ. ബേത്ത് സെഫർ. ബേത്ത് എന്നുള്ളത് BET എഴുതിയാലും കുഴപ്പമില്ല, BETH എഴുതിയാലും കുഴപ്പമില്ല. ബേത്ത് സെഫർ. ഒന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കോ. ബേത്ത് സെഫർ. നമ്മള് ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്നർത്ഥം. ഹൗസ്.
സെഫർ എന്ന് പറഞ്ഞാൽ ബുക്ക് എന്നർത്ഥം. സെഫർ എന്ന് പറഞ്ഞാൽ ബുക്ക്. നമ്മൾ ബേത്ത് ലഹം എന്ന് കേട്ടിട്ടില്ലേ? ബേത്ത് ലഹേം, രണ്ട് വാക്കാത്. ബേത്ത് ലഹം. ലഹം എന്ന് പറഞ്ഞാൽ ബ്രെഡ് എന്നർത്ഥം. ലഹം. ബേത്ത്ലഹേം എന്നല്ല ആ വാക്ക്, ബേത്ത് ലഹം എന്നാണ്. ബേത്ത് ലഹം. ഒന്നാമത്തെ സ്റ്റേജ് ബേത്ത് സെഫർ. ബേത്ത് സെഫർ എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ദ ബുക്ക് എന്ന് പറയും. ഹൗസ് ഓഫ് ദ ബുക്ക്. അത് സൺഡേ സ്കൂളല്ല. സൺഡേ സ്കൂളിന് മുൻപ് വീട്ടിൽ ലഭിക്കുന്ന അഭ്യസനത്തിന് പറയുന്ന പേരാണ് ബേത്ത് സെഫർ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇത് ഉണ്ടായിരിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിട്ട് തൃപ്തിപ്പെടുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കൊച്ചുമക്കൾ ഉണ്ടെങ്കിൽ അവരെ സൺഡേ സ്കൂളിന് വിട്ട് തൃപ്തിപ്പെടുക. അവിടെ വല്ലതും പോയി പഠിച്ചോട്ടെ എന്നുള്ളത് ഇതാ. പക്ഷെ സൺഡേ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാ വീടുകളിലും, ഞാൻ പറയുകയാണ്, എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ബേത്ത് സെഫർ ഉണ്ടായിരിക്കണം. അവിടെയാണ് കുഞ്ഞുങ്ങൾ അഭ്യസനം പ്രാപിക്കേണ്ടത്. കണക്കും ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയും. വീട്ടിലെ അഭ്യസനം, അതാണ് ബേത്ത് സെഫർ. ബേത്ത് സെഫർ കഴിഞ്ഞാൽ ഈ കുട്ടി 6 വയസ്സ് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ സിനഗോഗിൽ കൊണ്ടുവരും. അവിടുത്തെ ലോക്കൽ സിനഗോഗിൽ കൊണ്ടുവരും. ലോക്കൽ സിനഗോഗിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ വെച്ച് ഈ ലേവ്യ പുസ്തകം മുഴുവൻ കാണാതെ പറഞ്ഞു കേൾപ്പിക്കും. അവിടുത്തെ റബ്ബിയെ പറഞ്ഞു കേൾപ്പിക്കും. അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളെ ഇത് പറഞ്ഞു കേൾപ്പിക്കും. അത് നടക്കണം. മൂന്നാമത്തെ സ്റ്റേജ് 12ാമത്തെ വയസ്സിലാണ്. 12ാമത്തെ വയസ്സിൽ ഒന്ന് ബേത്ത് സെഫറായി, 2 സിനഗോഗിൽ കൊണ്ടുവന്നിട്ട് ഈ കുട്ടി ലേവ്യ പുസ്തകം കാണാതെ പറഞ്ഞു കേൾപ്പിക്കുന്ന 2ാമത്തെ സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജ് 12ാമത്തെ വയസ്സിൽ ഈ കുട്ടി വീണ്ടും പ്രധാനപ്പെട്ട സിനഗോഗിൽ വരും. നമ്മൾ പറയുന്ന പോലെ സെൻട്രൽ ഫെയ്ത്തോമി വരും. പ്രധാനപ്പെട്ട ആ സ്ഥലത്ത് വരും, ഒരു സിനഗോഗി വരും. അവൻ അവിടെ ഇരിക്കുന്ന ശാസ്ത്രിമാരോടും റബ്ബിമാരോടും പ്രധാനപ്പെട്ട ആളുകളോടും അങ്ങോട്ട് ചോദ്യം ചോദിക്കും. അതാണ് വേദപുസ്തകത്തിൽ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 2:46 വായിക്കുന്നത്. 2:46 വായിക്കുകയാണ്. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. എന്ന് വായിച്ചേ. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. 47. അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. ഇതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ, 12ാമത്തെ വയസ്സിലാണ് അടുത്ത സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡർ ഏജ് ആണത്. ടെൻഡർ ഏജില് മുഖ്യ ദേവാലയത്തിൽ വന്നിട്ട് ഉപദേശം പറയുക, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുക, അവരോട് ചോദിക്കുക. അതാണ് 12ാമത്തെ വയസ്സിൽ നടക്കുന്ന അടുത്ത കാര്യം. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ യേശുക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാതാപിതാക്കന്മാർ തടസ്സപ്പെടുത്താതെ അവർ യാത്ര ചെയ്ത് പോന്നു. യാത്ര ചെയ്ത് യെരുശലേമിൽ നിന്ന് ഗലീലയിലേക്ക് പോകുന്നത് ആദ്യത്തെ വിശ്രമ സ്ഥാനത്തിന് പറയുന്ന പേര് ബീരെ എന്നാണ്. BIREH, ബീരെ. ഇപ്പൊ ആ സ്ഥലപ്പേര് അവിടെ എഴുതിയിട്ടില്ല. അവർ ബീരയിലെത്തി. ആദ്യത്തെ വിശ്രമ സ്ഥലമായ ബീരയിലെത്തിയപ്പോൾ യേശുവിനെ കാണുന്നില്ല. അപ്പോൾ അവർ തിരിച്ചു നടന്നു. സഹയാത്രിക്കാരുടെ കൂട്ടത്തിലുണ്ടെന്ന് വിചാരിച്ചു. യേശുവിനെ കാണാതെ വന്നപ്പോൾ അവർ തിരിച്ച് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് മുമ്പേ നമ്മൾ വായിച്ചത്. ഡു യു നോ ദാറ്റ് ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്. എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അതാണ് 3ാമത്തെ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജ് 30ാമത്തെ വയസ്സിലാണ്. 30ാമത്തെ വയസ്സിൽ യേശു ദേവാലയത്തിൽ വരുന്നു. ദേവാലയത്തിൽ വന്നിട്ട് മുഴുവൻ ന്യായപ്രമാണവും തൽമൂദും മിസ്നയും അവിടെയുള്ള പ്രധാനപ്പെട്ട
അന്നത്തെ കാലത്തെ മഹാപുരോഹിതന്മാരെയും ഗുരുക്കന്മാരെയും റബ്ബിമാരെയും പറഞ്ഞ് കേൾപ്പിക്കണം. കാരണം അന്നത്തെ ഈ പ്രധാനപ്പെട്ട പെസഹ പെരുന്നാളിനാണ് അന്ന് മഹാപുരോഹിതൻ വരുന്നത്, അന്നാണ് ഗുരുക്കന്മാർ വരുന്നത്, അന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കന്മാരെല്ലാവരും കൂടെ ഒത്തുകൂടുന്ന സ്ഥലം അന്നാണ്. അപ്പൊ അന്ന് ഈ ഇങ്ങനെ പറയപ്പെടുന്ന ആളുകൾ അവിടെ വരണം. ധാരാളം പേര് വരും, ധാരാളം പേരിൽ നിന്നുള്ള സെലക്ഷൻ അവിടെ നടക്കുന്നത്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവും അവിടെ ചെല്ലുന്നു. അങ്ങനെ യേശു ക്രിസ്തു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ അവിടെ ഇരിക്കുന്നു. അതൊക്കെ മറ്റു പുസ്തകങ്ങളിലൊക്കെയാണ് വിവരിച്ചിരിക്കുന്നത്. മുഴുന്യായപ്രമാണവും ചോദ്യമില്ലാത്ത നിലകളിൽ അവരതിനെ പറഞ്ഞു കേൾപ്പിക്കണം. പിന്നെ തൽമൂദ്, 2 തൽമൂദുണ്ട് അവർക്ക്. ആ തൽമൂദുകൾ, ബാബിലോണിയൻ തൽമൂദുണ്ട്, ഗലീലിയൻ തൽമൂദുണ്ട്. ഈ തൽമൂദുകൾ പറയണം. തോറ കഴിഞ്ഞാൽ അവരുടെ വിശുദ്ധ പുസ്തകമാണ് തൽമൂദ്. അതുപോലെ തന്നെ മിസ്ന എന്ന് പറഞ്ഞാൽ ഓറൽ തോറ എന്ന അർത്ഥം. ഓറൽ തോറ, റിട്ടൺ തോറയുണ്ട്, ഓറൽ തോറയുണ്ട്. അപ്പൊ റിട്ടൺ തോറയാകുന്ന തോറയും പഞ്ചഗ്രന്ഥങ്ങളും തനാക്കും അതോടൊപ്പം തന്നെ ഓറൽ തോറായും, അതാണ് മിസ്ന എന്ന് പറയുന്നത്. ഇത് രണ്ടും അവർക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. ഇതെല്ലാം നിറപടിയായി ഭംഗിയായി അവിടുത്തെ ഉപദേഷ്ടാക്കന്മാരെയും പ്രധാനാചാര്യന്മാരെയും ഇദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കും. അതിനുശേഷം ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങളിൽ ഒന്നാണ് സ്നാനം. ആ സ്നാനത്തിന് പറയുന്ന പേരാണ് തെവില്ലാഹ്. നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രയർ ആണെങ്കിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അല്ലാതെ യേശു യേശു എന്ന് പറഞ്ഞു പോയ കാര്യം നടക്കുമോ? യേശു ആരാന്നറിയ? ഹു ഈസ് ജീസസ്. അതിൽ ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങളാണ്, നടപടിക്രമങ്ങളുടെ അവസാനം വരുന്നതാണ് സ്നാനം. ഈ സ്നാനത്തിന് പറയുന്ന പേരെന്താ? തെവില്ലാഹ്. പറഞ്ഞേ, തെവില്ലാഹ്. എഴുതണോ? സ്പെല്ലിംഗ്. തെവില്ലാഹ്. ഈ സ്നാനത്തിന്റെ വ്യത്യാസമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിൽ സ്നാനം ഉണ്ടോ? ഉണ്ട്. നമ്മൾ മലയാളത്തിലല്ല സ്നാനം എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ എബ്രായ വാക്ക് മിക് വേ എന്ന, മിക് വേ. അതും താഴെ എഴുതും, മിക് വേ. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നു, അല്ലേ ഡോക്ടറെ? അതെ അതെ, പറഞ്ഞിട്ടുണ്ട്. മിക്വേ എന്ന് പറയും. പഴയ നിയമത്തിലെല്ലാം അത് സ്നാനങ്ങളെയും, അത് ആക്ച്വലി സ്നാനമല്ല. നമ്മൾ സ്നാനം എന്ന് പറയുമ്പോൾ മുഴുകൽ എന്നൊരു ചിന്ത വരും. അത് ക്ലെൻസിങ് ആണ്, കഴുകലാണ്. പഴയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ കഴുകലാണ് പഴയ നിയമത്തിൽ. അതിനെല്ലാം മിക്വേ എന്നാ പറയുന്നത്. മിക്വേ, ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നാൽ മിക്വേ നടക്കും. പക്ഷെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാൽ തെവില്ല നടക്കുകയില്ല. അപ്പൊ തെവില്ല നടക്കുന്നത് ഇവിടെയാണ്. നോക്കണം, മിക്വേ തെവില്ലയായിട്ട് മാറുന്നത് യേശുക്രിസ്തുവിന്റെ കാലത്താണ്, യേശുക്രിസ്തുവിന്റെ സ്നാനത്തോടു കൂടിയാണ്. അതുവരെയും കഴുകലാണ്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരിക്കലും അതിനെ നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ ഈ കഴുകൽ എന്ന് പറയുന്നത്? പ്രീസ്ലി വാഷിംഗ് ഉണ്ട്, ജെന്റൈൽ വാഷിംഗ് ഉണ്ട്, ഡെഡ് ബോഡിയെ തൊടുമ്പോഴുള്ള വാഷിംഗ് ഉണ്ട്, അശുദ്ധരായിരിക്കുന്ന ആളുകൾ വാഷ് ചെയ്യുന്നുണ്ട്, ശത്രുക്കളുടെ ഉപകരണങ്ങളോ ആയുധങ്ങളോ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുൻപ് അത് കഴുകുന്നുണ്ട്. ഇതിനെല്ലാം മിക്വേ എന്നാ പറയുന്നത്, മിക്വേ. പക്ഷേ ഇവിടെ മിക്വേ തെവില്ലയായിട്ട് മാറുക, തെവില്ലയായിട്ട് മാറുക. തെവില്ലയുടെ അർത്ഥം എന്നറിയാമോ? ബാപ്റ്റിസോ, മുഴുകൽ സ്നാനമെന്ന്. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെടാനായിട്ട് യോഹന്നാന്റെ അടുത്തേക്ക് വരികയാണ്. യോഹന്നാന്റെ അടുക്കലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു റബ്ബായി വിത്ത് സ്മിക്കയാണെന്ന് തെളിയിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ് 2 സാക്ഷ്യം വേണം, 2 വിറ്റ്നസ് വേണം. അതിലൊരു വിറ്റ്നസ് ആരാണെന്ന് അറിയാമോ? യോഹന്നാനാ. യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ദ ഫസ്റ്റ് വിറ്റ്നസ്. സെക്കൻഡ് വിറ്റ്നസ് സ്വർഗത്തിലെ ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 വിറ്റ്നസ് വരുന്നുണ്ട്.
അങ്ങനെ യേശു ക്രിസ്തു വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. യേശു സ്നാനം ഏറ്റ ഉടനെ സ്വർഗത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ താഴോട്ട് ഇറങ്ങി വരുന്നു. പുത്രനായ യേശു ക്രിസ്തു വെള്ളത്തിൽ നിൽക്കുന്നു. 3 തിരുമേനിമാർ ഒരുമിച്ച് നിൽക്കുക. അതാ സ്നാനം. ഹല്ലേലൂയ. തൃത്വത്തെ 3 പേര് ഒരുമിച്ച് കണ്ട ഉലകത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് യോഹന്നാൻ സ്നാപകനാ. സ്തോത്രം. തൃത്വത്തെ, പിതാവായ ദൈവത്തെയും തന്റെ ശബ്ദത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തെയും സ്വന്തം കണ്ണുകൊണ്ട് നേരിൽ കണ്ടയാളാണ് യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ്. സ്തോത്രം. ആരും ഒരു ഹല്ലേലൂയ പോലും പറയുന്നില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നു. ഒരു പുരോഹിതൻ 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുന്നത് പോലെ 30-ാമത്തെ വയസ്സിൽ കരുത്താർജിച്ച ശുശ്രൂഷയുമായി, അഭിഷക്ത ശുശ്രൂഷയുമായിട്ട്, ശത്രുവിനെ ജയിച്ചവനായിട്ട്, ദൈവത്തിന്റെ കയ്യാളായിട്ട്, നിയോഗം ലഭിച്ചവനായി ഒരു വലിയ കാട്ടുതീ പടരുന്നത് പോലെ പലസ്തീനായാലും യഹൂദ സാമ്രാജ്യത്തിൽ ഉടനീളം ഒരു വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ യേശു ശുശ്രൂഷയിൽ മുതിർന്നു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആരാണ് യേശു ക്രിസ്തു? റബ്ബായി വിത്ത് സ്മിക്ക. അഭിഷക്തനാണ്, അധികാരമുള്ളവനാണ്, അടയാളങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ്, നുഖത്തിന്റെ കീഴിൽ ഇരിക്കുന്നവനാണ്. സ്തോത്രം. സർവ്വവിധ അധികാരങ്ങളോടുകൂടെ കർത്താവ് തന്റെ ശുശ്രൂഷ ചെയ്തു. പിശാചിന്റെ മുൻപിൽ, അത് ചോദ്യങ്ങളുടെ മുൻപിൽ, വെല്ലുവിളികളുടെ മുൻപിൽ പതറാതെ തന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിച്ച അഭിഷക്തനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന്റെ വേല ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. വചനത്തിന്റെ അധികാരം നമ്മുടെ മേൽ ഉണ്ടാകണം. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം ഉണ്ടാകണം. രോഗികളുടെ മേൽ അധികാരം ഉണ്ടാകണം. അതാണ് അഭിഷേകത്തിന്റെ ആ നിയോഗത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ അത് തിങ്ങി വിളങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കർത്താവിന്റെ പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന എവിടെയാണെന്ന് അറിയാമോ? രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നാനത്തിങ്കല. അപ്പൊ അത് പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. സ്തോത്രം. സ്നാനത്തിങ്കല് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആ ബാക്കിയൊന്ന് വായിച്ച സിസ്റ്ററെ. ലൂക്കോസ് 3:21-22. ലൂക്കോസ് 3:21-22. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ജനമെല്ലാം സ്നാനമേൽക്കുകയാണ്. യോഹന്നാന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മാനസാന്തര സ്നാനമേൽക്കുവാനായിട്ടാണ് എല്ലാവരും വരുന്നത്. സ്തോത്രം. അപ്പൊ ജനമെല്ലാം സ്നാനമേൽക്കുമ്പോൾ യേശുവും സ്നാനമേറ്റു. സ്നാനമേറ്റിട്ട് യേശു എന്ത് ചെയ്തെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? സ്നാനം ഏറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യമല്ല സ്വർഗം തുറക്കുന്നത്. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്തോത്രം. അവിടെയാണ് തെഫില്ലാഹ് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ഒരു വാക്ക് വരുന്നു. അതൊക്കെ നമ്മൾ ചേർത്ത് കണക്ട് ചെയ്ത് പഠിക്കണം. സ്തോത്രം. ഇമ്പോസിബിൾ തിങ് ബിക്കം പോസിബിൾ. അതാണ് തെഫില്ലാഹ്. സ്തോത്രം. അടഞ്ഞിരിക്കുന്നത് തുറക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. നിങ്ങളിതുവരെയും കണ്ടിട്ടില്ലാത്തത് കാണാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് പ്രാർത്ഥന. നിങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത് അനുഭവിക്കാൻ കഴിയുന്നതാണ് പ്രാർത്ഥന. ഒരാത്മീയ ശുശ്രൂഷയിൽ സ്വർഗം തുറക്കണം. സ്തോത്രം. നിങ്ങളെ ഒരു വ്യത്യസ്തനാക്കുന്നത് പ്രാർത്ഥനയാണ്. സ്തോത്രം. സ്നാനം, സ്വർഗം തുറക്കുക, ഇതിനിടയിൽ കർത്താവ് ചെയ്തതാണ് പ്രാർത്ഥന. ഞാൻ പറയുന്നതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്നാനത്തിനും സ്വർഗം തുറക്കുന്നതിനും ഇടയിൽ നടക്കുന്ന പ്രക്രിയയാണ് യേശുവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ യേശു തുറന്ന സ്വർഗത്തിന് കീഴിൽ നിൽക്കുകയാണ്. വൈ?
ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഒരു യേശു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോൾ നമ്മൾ എത്ര അഭിഷിക്തന്മാരാണെന്ന് നമുക്ക് തോന്നിയാലും, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നിയാലും, വചനത്തിന്റെ അറിവുകൾ ഗ്രാഹ്യങ്ങൾ നമുക്കുണ്ട് എന്ന് തോന്നിയാലും, നമുക്ക് പലതിൻ്റെയും അകമ്പടി നമുക്കുണ്ടെന്ന് തോന്നിയാലും, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാത്രമേ ആത്മീയ കാഴ്ചപ്പാടും സ്വർഗീയ ശബ്ദവും നമുക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് പ്രാർത്ഥനയുടെ വില. യേശുവിന്റെ പ്രാർത്ഥനയുടെ വില നിൽക്കുന്നത് അവിടെയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ അടിസ്ഥാനമുള്ളവരായി, പ്രാർത്ഥനയിൽ മുന്നേറുന്ന ഒരു ജീവിതത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇന്നത്തെ ക്ലാസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.